നമസ്കാരം ഫുട്ബോൾ ഫാൻസ്. ഐ എം ഗോണ സ്പീക്ക് അബൌട്ട് റിക്കാർഡോ കാലിഫിയോറി, ഒരു പക്ഷേ മാൽഡീനി റീജൻ. നൗ പൊതുവെ ഞാനിപ്പോ പ്ലേയേഴ്സിന് ഓവർ ഹൈപ്പ് ചെയ്യാറില്ല. ഏത് തരത്തിലുള്ള പ്ലെയർ ആയാലും ഞാൻ ഹൈപ്പ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ചെൽസി ഫാൻ ഞാൻ ഒരുപാട് പ്ലേയേഴ്സിനെ ഹൈപ്പ് ചെയ്ത് തള്ളി നിർത്തിയ ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ അനുഭവം കൊണ്ട് എക്കത്തിനെയും എന്താ പറയണ താഴ്ത്തി ഇടിച്ച് നിലയിൽ കാണേണ്ട ഒരു അവസ്ഥ വന്നൊരു വ്യക്തിയാണ് ഞാൻ. ലുക്ക് ഹു ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ ലുക്കാക്കുവിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെൽസിക്കാരൻ ചാനലിൽ കിടപ്പുന്നുണ്ട്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്ലെയറിനെ ഹൈപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പോരാത്തതിന് ഞാനൊരു ഇറ്റാലിയൻ ഫാനാണ്. ആൻഡ് ഇറ്റലി ഫാൻ ആവാൻ ഞാൻ എനിക്ക് തോന്നുന്നു 1996 ആണ്. സ്വാഭാവികമായിട്ടും ആസ് എ യങ്സ്റ്റർ, ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ ഫുട്ബോൾ കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു അട്രാക്റ്റഡ് ആവാം. അപ്പൊ സംബഡി ലൈക്സ് ഏർലിംഗ് ഹാലൻഡ് ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ കെവിൻ ഡിബ്രോയിനർ, അതായിരിക്കും ഒരു അട്രാക്ഷൻ. അല്ലെങ്കിൽ സംബഡി ലൈക്സ് ഇപ്പൊ ആരെങ്കിലും പേര് പറയാനെങ്കിൽ ഡിഡിയർ ഡ്രോഗ്ബ, തിയറി ഓറി, അല്ലെങ്കിൽ അലൻ ഷീറർ, റൂണി, റൊണാൾഡോ, ദ മെസ്സി. അപ്പൊ അതൊക്കെയാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ യു ഹാഡ് സൂപ്പർ സ്റ്റാർസ്, യു ഹാഡ് ദ കഫൂസ്, റോബർട്ടോ കാർലോസ്, യു ഹാഡ് ദ കക്കാസ്, യു ഹാഡ് ദ റൊണാൾഡോ ഫിനോമിനൻ, യു ഹാഡ് റൊണാൾഡീനിയോസ്, യു ഹാഡ് നെസ്റ്റ, കാനവാറോ, ലൂക്ക ടോണി, ഗത്തൂസോ, പിർലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു താരനിര കഴിയും. എന്റെ വേറെ കുറെ ഫേവറേറ്റ്സ്, യുർഗൻ ക്ലിൻസ്മൻ, മിർസ്ലാവ് കൊളോസെ, ലോഥർ മത്തായസ് മേ ബി കുറച്ചും കൂടെ ഏർലി. പിന്നെ വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഇസ് മൈക്കിൾ ബലാക്ക്. അദ്ദേഹം കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ചെൽസി ഫാൻ ആവുന്നത്. യു ഹാഡ് സം എന്താ പറയണേ സ്റ്റാൾ വാട്ട്സ്. ആ ഒരു കാലഘട്ടത്തെ ഫുട്ബോൾ ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഓൾ ജസ്റ്റ് ക്വാളിഫൈ ആസ് എന്താ പറയണേ പ്യോർ ലെജൻഡ്സ് ഓഫ് ദ ഗെയിം. അർജന്റീനയുടെ കാര്യമൊന്നും പറയണ്ട. അർജന്റീനയുടെ യു ഹാഡ് ക്രെസ്പോ, യു ഹാഡ് ബാറ്റിസ്റ്റൂത്ത, ബാറ്റിഗോൾ, റിക്കൽമേ, അയാള. ഊഫ്, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു. പിന്നെ യു ഹാവ് ദ ഗോഡ് ഹിംസെൽഫ് അല്ലേ, മാരഡോണ. അപ്പൊ ആൻഡ് ദെൻ ഇംഗ്ലണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഓഫ് കോഴ്സ് ഹാഡ് മൈക്കിൾ ഓവൻ, യു ഹാഡ് ഡേവിഡ് ബെക്കം, യു ഹാഡ് ലാംപാർഡ്, യു ഹാഡ് സ്കോൾസ്, ആൻഡ് ലാംപാർഡ് ഇസ് ചെൽസി, യു ഹാഡ് ജെറാർഡ്. അപ്പൊ ഇങ്ങനെ ഈ ഓരോരോ പ്ലേയേഴ്സിന്റെ കളി കാണുമ്പോഴത്തേക്കും ആസ് എ ഒരു യങ്സ്റ്റർ എന്ന രീതിയിൽ യു ഗെറ്റ് അട്രാക്റ്റഡ് ടു സമ്മൺ അല്ലെ. ഇന്നും എനിക്ക് അറിയില്ല വൈ ഐ ഗോട്ട് അട്രാക്റ്റഡ് ഒരു ഇറ്റാലിയൻ ഡിഫൻഡർ പാവലോ മാൽദീനി. അതായത് ഐ ജസ്റ്റ് ഗോട്ട് അട്രാക്ട്. ഞാൻ ആ കളി കാണുമ്പോഴത്തേക്കും എന്റെ വൈബ് പുള്ളിക്കാരനിലേക്കാണ് പോയത്. ഈ ഒരു പ്ലെയർ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറിനെ പോലെ ആവണം. അന്ന് മുതൽ ഞാൻ ഫുട്ബോൾ എവിടെ കളിക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ എപ്പോഴും കാറ്റഗറൈസ് ചെയ്തിരുന്ന ഡിഫൻഡർ എന്നാണ്. സ്കിൽസ് ഒന്നും ഉണ്ടായിട്ടില്ല, കഴിവൊന്നും ഉണ്ടായിട്ടില്ല. എവിടെ കളിക്കാൻ പറ്റും. സാധാരണ എല്ലാ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ മുന്നിൽ കളിക്കാൻ പറ്റും. ഐ എം എ ഡിഫൻഡർ. ഞാൻ പാവലോ മാൽദീനിയുടെ ശിഷ്യനായിട്ടാണ് ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. കളിക്കാനൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല, അവന്റെ പറമ്പിലെ തട്ടിക്കളിയൊക്കെ തന്നെ. ഇറ്റലി വേഴ്സസ് പറഞ്ഞു കേട്ടോ, ഓർമ്മ നിൽക്കുന്നില്ല. അത് ശരിയാവുന്നില്ല കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ നേരത്ത്. ഇറ്റലി അൽബേനിയ നോക്കേണ്ട ആവശ്യം വന്നില്ല. ഇറ്റലി അൽബേനിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയപ്പെടുന്നുണ്ട് വാട്ട്സ് ദിസ് ഗായ് റിക്കാർഡോ വീണ്ടും ഓർമ്മകൾ കാലിഫിയോറി, ഈ ഡിഫൻഡറിനെ മച്ചാനെ നോക്കിക്കോ എന്നുള്ളത് ട്വിറ്ററിൽ എല്ലാവരും പറയുന്നുണ്ട്. ഇൻഫാക്ട് ഈ ഒരു യൂറോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലെയറിനെ കുറിച്ച്. ചെൽസി വാസ് ഓൾറെഡി ലിങ്ക്, കാലിഫിയോറി ആയിട്ട് ചെൽസി വാസ് ലിങ്ക്ഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് ലിങ്ക്ഡ്. ഹി ഈസ് ഡെഫിനറ്റ്ലി ബ്രില്യന്റ് ലെഫ്റ്റ് സെന്റർ ബാക്ക്. ലിവർപൂൾ ആയിട്ട് ലിങ്ക്ഡ് അല്ല, ബട്ട് ടോപ്പ് ക്ലബ്സ് ആർ ബിഹൈൻഡ് ദിസ് പ്ലെയർ എന്നുള്ളത്. നൗ യു വാച്ച് ദാറ്റ് ഗെയിം, ഇറ്റലി വേഴ്സസ് അൽബേനിയ. അൽബേനിയ അവിടെ കട്ടക്കുള്ള ഒരു ടീമൊന്നുമല്ല, ഇറ്റലിക്ക് തന്നെയായിരുന്നു കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഇറ്റലി വാസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ്. ഡോണ്ടറൂമയ്ക്ക് കാര്യമായിട്ടൊന്നും ചേസ് ചെയ്യാനുണ്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹൈപ്രസ് ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഒരു ഒപ്പോണന്റ് അല്ല ശരിക്കും പറഞ്ഞ കാലിഫിയോറി നേരിട്ടത്. ഇനി വരാൻ പോകുന്നുണ്ട് സ്പെയിനായിട്ടുള്ള മത്സരങ്ങൾ, അതിലാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു കിട്ടിയ ഒരു 90 മിനിറ്റ്സിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പോഷർ, ആ കളി കണ്ടു കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് പയ്യൻ കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില പ്ലേയേഴ്സ് അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ആർസണലിന്റെ വില്യം സാലിബ കളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് റോൾസ് റോയ്സ് ഓഫ് ഡിഫൻഡർ, തിയാഗോ സിൽവ ഓഫ് ചെൽസി, റോൾസ് റോയ്സ് ഓഫ് ഡിഫൻഡർ. ദേ ഊസ് എ കോൺഫിഡൻസ്, ആ ഒരു കാംനെസ് കൊണ്ടുവരും. ദിസ് ഗൈ ലുക്ക് കാം. 20 വയസ്സ്, തന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആദ്യത്തെയോ എന്തോ ഇന്റർനാഷണൽ സ്റ്റാർട്ട്, പ്ലേയിങ് ഫോർ യൂറോസ് ഇൻ എ ബിഗ് ഒക്കേഷൻ. ആ ഒരു എക്സൈറ്റ്മെന്റും നെർവസ്നെസ്സും കാണേണ്ട ഒരു പ്ലെയർ. ദർ ഇസ് നോ ബൊനൂച്ചി, ദർ ഇസ് നോ എന്താ പറയുന്നത് ചില്ലീനി, ദാറ്റ് ഇറ്റാലിയൻ ഡിഫെൻസീവ്ലി അറിയപ്പെടുന്ന ആ ഒരു stalwarts ഇല്ല. This young guy, it's okay, I'm fine, I'll manage it, കുഴപ്പമില്ല.
അറ്റാക്കേഴ്സിന് മിസ്റ്റേക്സ് വരുത്താം, വിങ്ങേഴ്സിന് മിസ്റ്റേക്സ് വരുത്താം, മിഡ്ഫീൽഡേഴ്സിന് ഒരു പരിധി വരെ മിസ്റ്റേക്സ് വരുത്താം, ഡിഫൻഡേഴ്സ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അവരവിടെ അരച്ച് കലച്ച് കുടിക്കും. ചെക്കം വാസ് കാം ഓൺ ഇറ്റ്. 2 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റൻസ് 85th മിനിറ്റിൽ പുള്ളിക്കാരന്റെ ബോൾ ലൂപ്പ് ചെയ്തിട്ട് അൽബേനിയയുടെ പ്ലെയർ കൺട്രോൾ ചെയ്ത് ഷോട്ട് എടുക്കാൻ ഒരു അവസരം കൊടുത്തു. അതല്ലാണ്ട് പിന്നെ ഒരു മിസ് പാസും ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച് ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട് എക്സ്പീരിയൻസ് അല്ല പഠിപ്പിക്കുന്നത്. യു ഷുഡ് ഹാവ് ഇറ്റ് ഇൻ യു. ആ ഒരു കാംനെസ്, ആ ഒരു കമ്പോഷർ. ചില പ്ലെയേഴ്സിനുണ്ട് ആ കാംനെസ് ആൻഡ് കമ്പോഷർ, എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്. ഇപ്പൊ എംബാപ്പയുടെ ഒക്കെ ഡിസിഷൻ മേക്കിംഗ് ഇസ് എലീറ്റ് ലെവൽ. അതൊക്കെ നാച്ചുറലി വരുന്ന ഒരു കാര്യം, നമുക്ക് ഒരുപാട് പഠിപ്പിക്കാൻ പറ്റില്ല. ദിസ് ഗൈ ഹാസ് ഇറ്റ്. കാലിഫിയോറി കാംനെസ്, കമ്പോഷർ, ടെക്നിക്കലി ഗുഡ്, ഫസ്റ്റ് ടച്ച് അടിപൊളിയാണ്. ഒരു അതായത് മിഡ്ഫീൽഡിലേക്കൊക്കെ ബോൾ ഡ്രിബിൾ ചെയ്യാൻ ഒരു പേടിയില്ലാണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സെന്റർ ബാക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൽബേനിയായിട്ടുള്ള മത്സരമാണ്, അതുകൊണ്ട് ഓവർലി ഹൈപ്പ് ചെയ്യാനും പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. നമുക്കിനി സ്പെയിനായിട്ടുള്ള മത്സരത്തിൽ അറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദിസ് ഗൈ ഹാസ് ദ പൊട്ടൻഷ്യൽ. ആ കളി കാണുമ്പോൾ പറയാം ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ. ആര് പോയി കൈയിടുന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യു വാച്ചിങ് ദിസ്, ഗോ ഫോർ ഇറ്റ്. ഒന്നും നോക്കാനല്ല. പക്ഷെ വിൽ ഹി കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ബട്ട് യു ആർ എ ടോപ്പ് ക്ലബ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ടോപ്പ് ലെഫ്റ്റ് സെന്റർ ബാക്ക്, ഹൈബ്രിഡ് ലെഫ്റ്റ് ബാക്ക് ഫോർ ദ നെക്സ്റ്റ് 7-8 years. This could be the guy. Maybe a Maldini region. അറിയില്ല. ബട്ട് ഞാനിപ്പോ ഹൈപ്പ് ട്രെയിനിലേക്ക് ഇങ്ങോട്ട് കയറി. ബാക്കി കണ്ടറിയാൻ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. Thank you so much for watching. Signing off SK from Football is Life.